വചനസാരം വചനസാരം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. ഈ വാക്ക് മറന്നു പോകുന്നവരാണ് നമ്മുടെ ഇടയിൽ നന്ദിയില്ലാത്തവരായി മാറുന്നത്. നന്ദിയില്ലാതെയാവുക എന്നാൽ സ്വാഭാവികമായും മറ്റുള്ളവരെ ആദരവോടുകൂടി കാണാൻ മറക്കുന്നു എന്നതാണ്. വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരെയും ബഹുമാനിക്കാനാകുന്നിടത്താണ് മഹാത്മാക്കളും നേതാക്കളും ജനിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ്. അതിനാൽ എനിക്ക് ഇതുവരെ എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നൊരു ധാരണ ഉണ്ടാക്കാം. അതിൽ തന്നെ എനിക്ക് അവകാശപ്പെടാനാവാതെ ലഭിച്ചത് എന്തൊക്കെ ഒന്നുകൂടി തിരിച്ചറിയാൻ സാധിച്ചാൽ എന്നിൽ സാവധാനം കൊടുക്കാനുള്ള മനോഭാവം ഉടലെടുക്കും. ഈ രീതിക്ക് ഒരുവൻ തന്നെ തന്നെ രൂപപ്പെടുത്തുന്നത് ക്രിസ്തു പറഞ്ഞ ഈ വാചകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. ഒരുവൻ പ്രായപൂർത്തിയാകുമ്പോൾ മാത്രം സംഭവിക്കേണ്ട ഒരു ജ്ഞാനചിന്തയല്ല ഇത്. മറിച്ച് കുഞ്ഞു കരങ്ങൾ മുതൽ കൊടുക്കാൻ വിടർന്നു തുടങ്ങണം. പൂക്കൾ മൊട്ടുകളായി കൂമ്പി നിൽക്കുമ്പോഴല്ല, മറിച്ച് അത് വിടർന്നു നിൽക്കുമ്പോഴാണ് പരിമളം പരത്തുന്നതെന്നും മനോഹരമാകുന്നതെന്നും നമുക്കറിയാം. അതുപോലെ തന്നെ കുഞ്ഞു കരങ്ങൾ മുതൽ അത് കൊടുക്കാനായി വിടർന്നു നിൽക്കുന്ന നിമിഷങ്ങളിലേക്ക് കാലം സഞ്ചരിക്കട്ടെ. കൊടുക്കാൻ തയ്യാറാകാത്ത മനസ്സും കെട്ടിക്കിടക്കുന്ന വെള്ളവും അഴുക്കാകും. അത് നമ്മുടെ അനുഭവമാണ്. ഒരുവനെ തെളിമയാർന്ന വ്യക്തിത്വത്തിലേക്ക് നയിക്കുന്ന വലിയ ഒരു സത്യത്തിലേക്കാണ് യേശു ഇന്ന് ഈ വാചകത്തിലൂടെ നമ്മെ ക്ഷണിക്കുന്നത്. കൊടുക്കുവിൻ, ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ കൊടുക്കുവിൻ. കാരണം നീ ഈ ജീവിതം കൊണ്ട് കൊടുത്തു തീർക്കാനിടയുള്ളതിനപ്പുറം നിനക്ക് ദാനമായി കിട്ടിയിട്ടുണ്ട് എന്നത് തന്നെ. വചനസാരം വചനസാരം.